താമരശ്ശേരിയിൽ ഒരു അടിപൊളി ഡോറ് കാണാനാണ് വന്നത്. പക്ഷെ ഡോറ് കാണിക്കാൻ വേണ്ടി WPC ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇതൊരു തേക്കിന്റെ ഡോറായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് നമ്മൾ തേക്കിന്റെ രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. ഇത് 9 ഇഞ്ച് വീതി, ഈ കട്ടിളക്കാലിന് തന്നെ 9 ഇഞ്ച് വീതി വരുത്തി, 7 അടി ഉയരം, 4 അടി വീതിയിൽ നമ്മൾ ചെയ്ത് ഇത് പെയിന്റ് ചെയ്ത് തേക്കിന്റെ രൂപത്തിലാക്കിയതാണ്. ആക്കിയെടുത്തതാണ്. പക്ഷെ ഇത് ആക്കി കഴിഞ്ഞാൽ തേക്കല്ല എന്നാരും പറയത്തില്ല. ഇതിപ്പം നമ്മൾ ആര് കണ്ടാലും ഇത് മനസ്സിലാകത്തില്ല. ഈ വീട്ടുകാർക്ക് പോലും മനസ്സിലാകുകയില്ല. നമ്മൾ വീട് റെഡിയാക്കി കഴിഞ്ഞിട്ട് വീട്ടുകാർ വന്നാലും അവർക്കും അറിയത്തില്ല. അവർ വിചാരിക്കും ഇത് തേക്കാണെന്ന് വിചാരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. സെയിം ലൈക്ക് വുഡ് ബട്ട് ബെറ്റർ ദാൻ വുഡ്. അതാണ് ഇതിന്റെ ഫ്ലോറസ്റ്റ WPC. ഓക്കെ, അതിൽ ഞാൻ എനിക്കൊരു സംശയം. നമ്മളിപ്പോ പലപ്പോഴും അടിപൊളി കട്ടില എന്ന് പറയും. പക്ഷെ മെയിൻ ഡോർ ഇതാണല്ലോ മെയിൻ. ഇത് പലപ്പോഴും തേക്കിൽ തന്നെ വെക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ ഇത് തേക്കല്ല എന്ന് എനിക്കൊരു സംശയം. ഇത് നമ്മുടെ പ്ലാറ്റിനം ഗ്രേഡ് 0.7 ഡെൻസിറ്റി ഉള്ള ഷീറ്റ് വെച്ച് നമ്മൾ കാർവ് ചെയ്ത് റെഡിയാക്കിയ ഡോറും കൂടെയാണ്. അല്ലാതെ ഈ കട്ടില മാത്രമല്ല. കട്ടിലയും WPC, ഫ്ലോറസ്റ്റ WPC, ഇതും ഫ്ലോറസ്റ്റ WPC. ഈ കാണുന്ന കട്ടിലയും കംപ്ലീറ്റ് ഫ്ലോറസ്റ്റ WPC. അതായത് ഇത്ര തിക്നെസ്. ഇത് എത്ര തിക്നെസ് വരുന്ന? അപ്പോ ഇത് 35 mm തിക്നെസ് വരും. 35 mm തിക്നെസ്സിലും അതേപോലെ ഹൈ ഡെൻസിറ്റി 0.7 ഡെൻസിറ്റി വരുന്ന. അതെ. ഇതിപ്പം ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്രയും വീതിയിൽ WPC ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പലർക്കും സംശയം. അതുകൊണ്ട് മെയിൻ ഡോർ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്ന് ഒരുപാട് സംശയങ്ങളുണ്ട്. മെയിൻ ഡോറിലും WPC വന്നിരിക്കുകയാണ്. കാരണം നമുക്ക് 9 ഇഞ്ച് വേണമെങ്കിൽ 9 ഇഞ്ച് ചെയ്യാം. 9 ഇഞ്ച് നമുക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് 9 ഇഞ്ച് ആക്കി എടുക്കുകയാണ്. ഓക്കെ, ഇതിന്റെ കൂടെ നല്ലൊരു പെയിന്റർ കൂടെ കിട്ടിയാലേ ഈ ഔട്ട്ലുക്ക്. ഈ ഒരു കാണുന്ന വിൻഡോയുടെ കാര്യത്തിലാണെങ്കിലോ അത് നേരത്തെ അവര് തടി വേണ്ട എന്ന് അവർ തന്നെ തീരുമാനിച്ചു. അവർ WPC സെലക്ട് ചെയ്തതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം WPC തന്നെ ചെയ്യുന്നത്. ഇതിന്റെ വാതിൽ കട്ടളകളും ജനലുകളും എല്ലാം WPC തന്നെ. ഞാൻ ഈ ഹൗസ് ഓണർ ഒന്ന് കാണട്ടെ. ചോദിച്ച് നേരിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ പറയുന്നത് മാത്രം കേൾക്കണ്ട. നേരിട്ട് നിങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് അവരോട് ചോദിക്കാം. അതാണ് അതിന്റെ ശരി. ശ്രീനിവാസൻ സാർ കൂടെ ഉണ്ട്. നമ്മൾ ഈ വീടിന്റെ ആ ഒരു ഡോറിന്റെ ഭംഗി കണ്ട് അവിടെ നിന്നുപോയി. കാരണം ഒരുപാട് ആൾക്കാർ കാണാൻ വന്നോ? ഡോർ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആണോ? ഓക്കെ. ഈ ഒരു WPCയിൽ ഒരിക്കലും ഒരു മെയിൻ ഡോർ ചെയ്ത നമ്മളത്ര നോട്ട് ചെയ്തിട്ടില്ല. എങ്ങനെയാ അതിലെത്തി? എനിക്കിതിനെ പറ്റി അറിയില്ലായിരുന്നു ആദ്യം. പക്ഷെ ആദ്യം എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് വുഡ് വേണ്ടാന്ന് വെച്ചിരുന്നത്. മരത്തിലേക്ക് പോവാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സ്റ്റീലിലേക്കായിരുന്നു. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീലിൻ്റെ ഇത്. അപ്പോൾ എൻ്റെ എഞ്ചിനീയർ പറഞ്ഞു. ആരായിരുന്നു ഇതിന്റെ എഞ്ചിനീയർ? ഇത് വിസ്ത ബിൽഡേഴ്സ്, അവിടെ എഞ്ചിനീയർ അബ്ദുൾ റഷീദ്, അദ്ദേഹമാണ് ഇത് സജസ്റ്റ് ചെയ്തത്. ഫ്ലോറസ്റ്റയിൽ പോയി ആ മെറ്റീരിയൽ കണ്ടു, എല്ലാം കാണിച്ചു തന്നു അവിടുന്ന്. അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആയി, സന്തോഷമായി. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ആ വാതിൽ കട്ടിലയും ഡോറും എല്ലാം അതിലേക്ക് ഫ്ലോറസ്റ്റ WPC. യെസ്. മൊത്തം ഇവിടെ അങ്ങനെ വേറൊരു സാധനമില്ല. മരം ഇതും അത് തന്നെയാണ്. സെയിം അതിൽ തന്നെ ഉള്ളതാണ്. യെസ്. ഇതൊരു കോർട്ട്യാർഡിലേക്ക് നല്ല രീതിയിൽ തന്നെ WPC ചെയ്തു. ഇതും അടിപൊളി. നമ്മളൊരു തേക്കിന്റെ ഡിസൈൻ. യെസ്. പലരും ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു തമാശ രൂപേണ പൈസ പോട്ടെ, പവർ വരട്ടെ, പണം പോയി പവർ വരട്ടെ. അതാണ് നമ്മളെ ഡോറും വിൻഡോ. ഡോറും വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ തമാശക്കാണെങ്കിൽ കൂടി ഒരു വീടിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡോറും വിൻഡോ. തീർച്ചയായും. സാർ എന്തായിരുന്നു ചെയ്യുന്നത്? ഞാൻ ആർമിയിലായിരുന്നു. അപ്പൊ ഇന്ന് സെക്യൂരിറ്റിയെ പറ്റി പറയണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വീട് പണിയിലെ മരത്തിനെ വെല്ലാൻ ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. മരം എന്തിന് ഇത്ര പ്രാധാന്യം നൽകണം എന്നല്ല, വീട് പണിയാൻ പണ്ട് കാലം മുതൽക്കേ മരം ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ മരത്തിന് പകരമായിട്ട് സ്റ്റീൽ വന്നു, ഫൈബർ വന്നു, WPC വന്നു, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് സംശയം ഏത് ഉപയോഗിക്കണം, എന്തിനു ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വാളിറ്റിയിൽ വർഷങ്ങളോളം നിൽക്കണം നമ്മുടെ വീട്. അപ്പോൾ അതിന് അനുയോജ്യമായ മെറ്റീരിയൽ ഉപയോഗിക്കണം. അപ്പോൾ WPCയിൽ തന്നെ ഒരുപാട് ബ്രാൻഡുകൾ വന്നെങ്കിലും നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത് നല്ല സ്ട്രെങ്ത് കിട്ടുന്ന ഇതുപോലുള്ള പ്രൊഫൈൽ വരുന്ന ഫ്ലോറസ്റ്റ WPC ആണല്ലേ. അടിപൊളിയായിട്ടുള്ള WPC. അതിൽ വാതിൽക്കട്ടില, ജനൽക്കട്ടില എന്തും ചെയ്യാമെന്ന് പ്രൂവ് ചെയ്തൊരു കമ്പനിയാണ്. ഒരുപാട് വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ഷാർപ്നെസ് ഒക്കെ നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. നമ്മൾ ഈ പ്രൊഡക്റ്റ് എടുത്ത് പറയാനുള്ള കാരണം ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ വെയിറ്റ് കണ്ടില്ലേ, ചെറിയൊരു പീസാണ്, പക്ഷേ ഇതിൻ്റെ വെയിറ്റ് പോലും അത്രയ്ക്കുണ്ട്.
നമുക്കറിയാം ഇവിടെ ഒരു വർക്ക് നടക്കുന്ന സൈറ്റാണ്. അപ്പോൾ സൈറ്റിൽ വന്ന് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്ന് അറിയണം. അതാണ് പ്രധാനപ്പെട്ട. ഇത് കണ്ടില്ല, ഒരു കട്ടില, വാതിൽ കട്ടില ചെയ്ത ഒരു WPCയിൽ ചെയ്ത ഒരു കട്ടിലയാണ്. ഇതിൻ്റെ ഒരു സൈസ് കാണാം, സാധാരണ നമ്മൾ വരുന്ന അതേ സൈസ്. അതുപോലെ പിന്തലൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പലരും പറയാറുണ്ട് നമുക്ക് പിന്തലിൻ്റെ ആവശ്യമില്ല, നേരിട്ട് വെക്കാമെന്നൊക്കെ. പക്ഷെ അങ്ങനെ വെച്ചാലും ആ ഒരു സ്റ്റൈലിൽ വെക്കുക തന്നെയാണ് എപ്പോഴും ബലം. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറേ കട്ടിലകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടിലകൾ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സ്ക്രൂ ഹോൾഡിങ് എത്ര കിട്ടുന്നുണ്ട് എന്നല്ലേ. സ്ക്രൂ ഹോൾഡിങ് നോക്കണം, കട്ടിങ് നോക്കണം. സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതിപ്പോൾ സാധാരണ നമ്മൾ വുഡ് ഉപയോഗിക്കുമ്പോൾ എന്തിനും മാറ്റി പിടിക്കണം. വുഡിലുണ്ടാകുന്ന വുഡ് ഒരിക്കലും ഒരു മോശമായ മെറ്റീരിയൽ അല്ല, വീട് പണിക്ക് അനിവാര്യമായത് തന്നെയാണ്. പക്ഷേ ചെതൽ, കുത്തൽ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മരത്തടിയെ വളരെ പിന്നോട്ട് കൊണ്ടുപോയിരിക്കണം. അപ്പോൾ അതിന് പരിഹാരം എന്നുള്ള നിലക്കാണ് ഇതുപോലുള്ള മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ അതിൽ ഡെൻസിറ്റി വളരെ പ്രധാനപ്പെട്ട WPC ആണ് ഒരുപാട് കമ്പനികൾ ഇന്ന് ഇറക്കുന്നുണ്ട്. ഡെൻസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ വാതിൽ കട്ടിലാണെങ്കിലും ജനലാണെങ്കിലും അതുപോലെ പൊളികൾ അറിയാമല്ലോ, നമ്മളെ വിൻഡോയുടെ പൊളി, അതല്ലെങ്കിൽ ഡോർ ഫ്രെയിം, ഡോറ് എല്ലാം വരുന്ന ഒരു ബ്രാൻഡാണ് ഈ ഫ്ലോറസ്റ്റ. അപ്പോൾ ഫ്ലോറസ്റ്റയുടെ ക്വാളിറ്റിയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങി പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ തന്നെയാണല്ലോ പ്രാധാന്യമുള്ളത്.